ഹലോ, വെൽക്കം ബാക്ക്. വെരി ഹാപ്പി ടു സീ യു ഓൾ. വളരെ വളരെ കറക്റ്റ് ടൈമിന് തന്നെ എത്തിപ്പെടുന്ന നിങ്ങളെ ഞാൻ റിയലി ഫ്രം മൈ ഹാർട്ട് ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. സോ ആ ഒരു ഡെഡിക്കേഷൻ ആണ് നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് വേണ്ടത്. എല്ലാവരും ഒന്ന് നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയാൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് ചാറ്റിൽ അറിയിക്കാവോ? എന്റെ സൗണ്ട് കേൾക്കാവോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചാറ്റില്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ണി കേൾക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. എന്നെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്. ഒരു പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നിരുന്നാലും ഒന്നുകൂടി തറവായിട്ട് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് എന്ന കുട്ടികളുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ നമ്മളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് സക്സസ് എന്ന് പറയുന്നത് നമുക്ക് നേടണമെങ്കിൽ നമുക്ക് ആദ്യമേ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാം. ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി കാണും. കാരണം ആഹാരമില്ലാതെ ആഴ്ചകളോളം, വെള്ളമില്ലാതെ ദിവസങ്ങളോളം, പക്ഷെ പ്രാണവായു ഇല്ലാതെ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്, മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ശരീരത്തിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. സോ ഓരോ പടിപടിയായിട്ട് നമ്മൾ ബേസിക് മുതൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക. ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരമാണ്. പ്രാണവായു, അതിനുശേഷം വെള്ളം, അതിനുശേഷം ആണ് ആഹാരം വരുന്നത്. പക്ഷെ നമ്മൾ ആഹാരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ വളരെ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഫുഡ് സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം, അപ്പൊ ബ്രീത്തിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രോബ്ലമാണ് ആളുകൾ ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാത്തത്. കാരണം നമ്മളുടെ ലൈഫ് എന്ന് പറയുന്ന സെഡൻഡറി ലൈഫ് എന്ന് പറയും, നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് നമ്മൾ ബ്രീത്തിങ്ങിലെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ആ ബ്രീത്തിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട്, അത് കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് ഡീപ്പായിട്ട് പെർഫെക്റ്റ് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യുക. അതാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ രീതിയിൽ ആഴത്തില് കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ്. ആ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ധാരണ നമ്മൾ ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം നല്ല ഒത്തിരി തരത്തിലുള്ള, പലതരത്തിലുള്ള ആഹാരം ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിസിക്കൽ ഹെൽത്തും ഈ ന്യൂട്രീഷനെ കുറിച്ചും കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം അതും കൂടി കറക്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഓവർ വെയിറ്റ്, ഒബിസിറ്റി, അത് നമ്മൾ ഈ ഫിസിക്കൽ എക്സസൈസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ലൈഫിൽ ജയിക്കുക, ലൈഫ് സക്സസ്, ജീവിത വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ജീവിത വിജയത്തിന് ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന, എല്ലാവരും ജീവിത വിജയം, സക്സസ് എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിനാണ് സക്സസ് എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഏറ്റവും അവസാനം മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ലൈഫ് ജീവിതത്തിൽ വിജയം നേടുക, സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുക. അപ്പൊ ലൈഫ് സക്സസിന്റെ ബേസ് എന്ന് പറയുന്ന സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ സന്തോഷവും സമാധാനവും എങ്ങനെ ലഭിക്കുക, എങ്ങനെയാണ് സന്തോഷം ലഭിക്കുന്നത്? നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സന്തോഷം ലഭിക്കുന്നതെല്ലാം ഒരു ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഉണ്ടായിരിക്കുന്നു. ആ ഷോർട്ട് പീരീഡിലുള്ള സന്തോഷമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക. നമ്മളെ കുറിച്ച് 10 പേര് പറയുന്ന ഒരു സിറ്റുവേഷൻ, അദ്ദേഹം കാരണം എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം കാരണം എന്റെ ഹെൽത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്താൻ സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം കാരണം എന്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്താൻ സാധിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പലതും നമ്മൾ നേടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത്, നിങ്ങൾ കാരണം എന്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, കല്യാണം നടക്കുന്ന ഏതെങ്കിലും എന്റെ ബന്ധുക്കളോ ഏതെങ്കിലും കുട്ടികളോ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഞാനൊരു ബുക്ക് കൊടുക്കുക, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ബുക്കാണ്. ആ ബുക്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ എങ്ങനെ സ്വന്തം
സ്വന്തം വ്യക്തിത്വം മനസ്സിലാക്കി ആ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ സോഷ്യൽ വെൽനസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ സോഷ്യൽ വെൽനസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അതിലൊക്കെ മുമ്പ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ അന്നമയയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അന്നം കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ശരീരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഈ ശരീരത്തിന് വേണ്ടതെന്ന് മനസ്സിലാക്കണം. നമ്മൾ കുറെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് ഗുണം ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സമാധാനം എങ്ങനെയാണ്? നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ആരോഗ്യം ഉണ്ടായിരിക്കുക, നല്ല എനർജിയോടുകൂടി ജീവിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക. ആ ആരോഗ്യം സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കും എന്ന് ഒരു തോന്നലുണ്ടാവുക. അതെങ്ങനെയാണ് തോന്നലുണ്ടാവുക? നമ്മൾക്ക് ഈ ആരോഗ്യമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റാത്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ സമീപിക്കുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും നമ്മുടെ അസുഖങ്ങളെ മാനേജ് ചെയ്ത് പോകാനേ സഹായിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരാർക്കും നമുക്ക് ആരോഗ്യം തരാൻ സാധിക്കില്ല. അപ്പൊ നമ്മളുടെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളുടെ തന്നെ ആവശ്യമാണ്, നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യോപ്രീനിയറിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക, അതിനുശേഷം ഫുഡിനെ കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുക, ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ട് അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് ശ്രദ്ധിച്ച് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തിരക്കുകളാണ്, പല രീതിയിലുള്ള ഡിമാൻഡ്സ് നമ്മുടെ ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ വരുന്നുണ്ടാവും. നമ്മൾ വളരെ തിരക്കിട്ട് ഓടി നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളുടെ കാര്യം, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ നമ്മളെ കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കുന്നത്? റിട്ടയർ ആയതിനു ശേഷമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിതത്തിൽ ഏതൊരാളും, വളരെ ചെറുപ്പക്കാർ പോലും, അവർക്ക് ഒരു അരമണിക്കൂറെങ്കിലും അവരുടെ ശരീരത്തിന് വേണ്ടി ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സമാധാനം ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ ഞാൻ ഈ തിരക്കിട്ട ആളുകൾ ഓടുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അവരുടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടിയാണ് അവർ ഓടി നടക്കുന്നത്. അപ്പൊ അതും ആവശ്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ. നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ബ്രീത്തിങ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഊർജം കുറയും. ഊർജം കുറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന എന്ന് പറയുന്നത് ഏതാണ്? ആ ജോലിയാണ് നമ്മൾക്ക് ഇൻകം ഉണ്ടാക്കി തരുന്നത്. ആ ഇൻകത്തെ ബാധിക്കും, നമ്മുടെ പ്രൊമോഷനെ ബാധിക്കും. നമ്മൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ജോലി പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വരുമാനം ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാബിറ്റായിട്ട് എന്നും കുളിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ എടുത്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾക്കൊരു ഹാബിറ്റ് ആക്കി എടുക്കുകയും ചെയ്യേണ്ടത് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യം സ്ഥിരമായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യവും അതുപോലെ നമ്മുടെ വരുമാനം സ്ഥിരമായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യവും കൂടിയാണ് നമ്മൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞു തരുന്നതാണ്, അസുഖം ഇല്ലാത്ത അവസ്ഥ ആരോഗ്യമല്ല ഈ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പനി വരുമ്പോഴായിരുന്നു നമ്മൾക്ക് ആരോഗ്യത്തിൽ എന്തോ പ്രശ്നമെന്ന് തോന്നുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ അറിയുന്നത് തന്നെ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അത് പുറമേക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ആ തുടക്കം മുതൽ നമ്മുടെ ആരോഗ്യമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അതിനൊരു കൺട്രോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് ആരോഗ്യം, എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഭക്ഷണത്തില് ഒരു കൺട്രോൾ അല്ല, കറക്റ്റായ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പോൾ അസുഖമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആരോഗ്യം നേടുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു വ്യക്തി ആരോഗ്യത്തിലേക്ക് എത്തുക. ആ വെൽനസ് എന്ന് പറയുന്ന ഇതിലെല്ലാം നമ്മൾ വെൽനസിലേക്ക് എത്തുക. അപ്പൊ പല കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം ബ്രീത്തിങ് ആണ്, അതിനുശേഷം ഫുഡാണ്. ആദ്യമേ നമുക്ക് ശ്വസിക്കാനുള്ള പ്രാണവായു, അതിനുശേഷം നമ്മൾക്ക് ദാഹിക്കുന്നൊരു വെള്ളം, മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ ഭക്ഷണത്തിനാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റതിനൊക്കെ ആൾക്കാർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന്റെ കാരണം ബ്രീത്തിങ്ങിന്റെ കാര്യത്തിൽ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു, ഓക്സിജൻ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ കെയർ ചെയ്യാറ്. അതാണ് അതിനകത്ത്
പ്രശ്നം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ആരോഗ്യത്തിന്റെ ഫിസിക്കൽ ഹെൽത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 4 പില്ലേഴ്സിലാണ് നിൽക്കുന്നത്. പ്രോപ്പർ ന്യൂട്രീഷൻ, പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ ആൻഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഈ 4 പില്ലേഴ്സിലാണ് നമുക്ക് ആരോഗ്യം ബിൽഡ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, അത് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തെ കുറിച്ചാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രോപ്പർ ന്യൂട്രീഷനിൽ എന്തൊക്കെയാണ് ന്യൂട്രീഷൻ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ബേസിക് ആയിട്ടുള്ള ആദ്യമേ ഓക്സിജൻ, വെള്ളം. ന്യൂട്രീഷന്റെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഓക്സിജൻ, വെള്ളം. പിന്നെ കാർബോഹൈഡ്രേറ്റ്, അതിനുശേഷം പ്രോട്ടീൻ, പിന്നെ ഫാറ്റ് എന്ന് പറയാം. അതിനുശേഷം വൈറ്റമിൻസും മിനറൽസും. ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നതായ പോഷകങ്ങൾ. ഈ പോഷകങ്ങളൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട സമയത്ത് കൊടുക്കണം. ഇതെല്ലാം പ്രാധാന്യമുള്ളതാണ്. ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം, ടൈം കറക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ കഴിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പോഷകങ്ങളും എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനും മനസ്സിലാക്കി ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓക്സിജനും വെള്ളവുമാണ് നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു വലിയൊരു ഫാക്ടറിയാന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന 5 കാര്യങ്ങളും കുറച്ച് നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യും, കുറേയൊക്കെ നമ്മുടെ സ്റ്റൊമക്കിൽ പ്രോസസ്സ് ചെയ്യും. ഇതെല്ലാം പ്രോസസ്സ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പുറന്തള്ളുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ, ഏറ്റവും വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശരീരത്തെ ക്ലീൻ ചെയ്യുക. നമ്മുടെ സാധാരണ എന്തിനാണ് കുളിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ കുളിക്കുന്നത്. അതേസമയം നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതിലും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്സിജനും വെള്ളവും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗേഷ്യസ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, ഈ വേസ്റ്റ് എല്ലാം പുറന്തള്ളണമെങ്കിൽ ഇത് കറക്റ്റായ അളവിൽ നമുക്ക് ശരീരത്തിൽ കിട്ടിയിരിക്കുന്നു. ഓക്സിജന്റെ ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി. വെള്ളമാണ് നമ്മുടെ ഒരു ദിവസം ഒരു 2 to 3 ലിറ്റേഴ്സ്, അഡൽട്സ് ഒരു 2 to 3 ലിറ്റേഴ്സ് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുറവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കേണ്ടതായ വെള്ളം ദാഹിക്കുന്നില്ല എന്ന് കരുതി വെള്ളം കുടിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ദാഹിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടത്. നമ്മൾ സിപ്പ് ചെയ്ത് ത്രൂ ഔട്ട് നമ്മുടെ ഡേ ടൈമിൽ നമ്മൾ വെള്ളം കൂടെ കരുതണം. എവിടെയൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പുറമേ നിന്നൊക്കെ വെള്ളം നമ്മൾക്ക് അങ്ങനെ എടുത്ത് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെ പോകുമ്പോഴും നമ്മൾ ഈ പറയുന്ന വെള്ളം കരുതിയിരിക്കണം. അപ്പോൾ കുറേശ്ശെ നമ്മുടെ ശരീരത്തിനെ ദാഹിച്ചില്ലെങ്കിലും അത് കുടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരം എന്ത് പ്രശ്നത്തെയും അത് അഡാപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാതെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഡ് ആവും. പിന്നെ കുറച്ച് ആദ്യമൊക്കെ കുറെ ബുദ്ധിമുട്ട് വന്നാലും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ആ വിശപ്പ് അനുഭവപ്പെടാതെ അത് ശരീരം അങ്ങ് അഡാപ്റ്റ് ചെയ്യും അതിലേക്ക്. ഇത്രയൊക്കെ അതെനിക്ക് കിട്ടാൻ മാർഗമുള്ളൂ എന്ന് കണ്ട് ശരീരം അഡാപ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കാര്യം എങ്ങനെയാണ്? നമ്മൾ കുടിക്കാതിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അത് ശരീരം അതങ്ങ് അഡാപ്റ്റ് ചെയ്യും. അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടിയില്ലെങ്കിലും ആ ഒരു ദാഹം നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് കിട്ടില്ല. അതേസമയം നിങ്ങൾ വെള്ളം സ്ഥിരമായിട്ട് കുറച്ച് സിപ്പ് ചെയ്ത് കുടിക്കുന്ന ആള് ആ ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക് പറയും, നമ്മുടെ വായ ഉണങ്ങുന്നു, നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ ബ്രെയിനിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് കുളിക്കുന്ന വ്യക്തികൾ കുളിച്ചില്ലെങ്കിൽ എന്താണ് നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടും അല്ലെ? ആ കറക്റ്റായിട്ട് 2 നേരം കുളിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് കറക്റ്റായ സമയത്ത് കുളിച്ചില്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടും. എന്ന് പറഞ്ഞ പോലെ ഒരു ഹാബിറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരം അത് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് ഇൻറ്റിമേഷൻ തരും. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാം ഒരു ഹാബിറ്റാണ്. നമ്മളുടെ സംസാരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തി, മറ്റുള്ളവർ പെരുമാറുന്നത്, ഇതെല്ലാം ഒരു ഹാബിറ്റായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. നമ്മൾ സോഷ്യൽ വെൽനസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറുപ്പം മുതൽ നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ രീതിയിൽ നിന്നാണ് നമ്മൾക്ക് അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഒരു ഹാബിറ്റാണ്. അപ്പൊ നല്ല ഹാബിറ്റുകൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെങ്ങനെയാണ് ചെയ്യുക? നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ബ്രീത്തിങ് തന്നെ നമ്മൾ ഡീപ്പായിട്ട് ശരിയായ രീതിയിൽ അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്താണ് അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വെള്ളം കുടിക്കുന്നതും അറിഞ്ഞുകൊണ്ട്
ദാഹിക്കുന്നില്ലെങ്കിലും ഇത്ര സമയം കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു പ്രാക്ടീസ് ആക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നല്ല ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. മോശമായിട്ടുള്ള നമ്മളുടെ ശരിയല്ലാത്ത രീതിയിലുള്ള ഹാബിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. നല്ല ഹാബിറ്റ് നമ്മുടെ ബ്രെയിനിലേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും കയറ്റി വിടുമ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത ഹാബിറ്റ് എല്ലാം പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ ആക്കി എടുക്കുക. അപ്പൊ വേസ്റ്റ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പുറന്തള്ളാനാണ് ഓക്സിജനും വെള്ളവും കൂടുതൽ സഹായിക്കുന്നത്. കാരണം ഏകദേശം ഒരു മോർ ദാൻ 60% നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് ആണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഹൈഡ്രേഷൻ എപ്പോഴും നടത്തിയിരിക്കുന്നത്. അടുത്തത് തന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് എനർജിയാണ്. നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന ഒരു പോഷകമാണ് കാർബോഹൈഡ്രേറ്റ്. ഇത് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന അരി, ആഹാരം, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിലാണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് കൂടുതൽ. അന്നജം എന്ന് പറയും. ഈ അന്നജം നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന് പ്രോസസ് ചെയ്ത് അതിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ ചെന്ന് അത് ഓരോ കോശങ്ങളിലും എത്തി ഓക്സിജനുമായിട്ട് ചേർന്ന് ബേൺ ചെയ്തിട്ടാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. ഏകദേശം നമ്മളുടെ എനർജി ഒരു 50% എനർജി ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഏകദേശം 250 മുതൽ 700 ഗ്രാം വരെയാണ് ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കഴിക്കുന്നത് അതിൽ കൂടുതലാണ്. അതിൽ കൂടുതലാണെന്ന് മാത്രമല്ല, കഴിക്കുന്നത് മുഴുവനും എന്താണ് നമ്മളുടെ ഫൈബർ ഇല്ലാത്ത മോർ ദാൻ ഇനഫ് ആൻഡ് വിത്തൗട്ട് നെസറി സോല്യൂബിൾ ഫൈബർ ഇല്ലാത്ത ഇതാണ് കാർബോഹൈഡ്രേറ്റ്. ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ മൈദ കടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഹൈ ഗ്ലൈസമിക് പറയും. അതൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ ചെല്ലുമ്പോൾ തന്നെ അത് ബ്ലഡിലേക്ക് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. അതേസമയം നമ്മുടെ പണ്ട് കഴിച്ചിരുന്ന അരി, എന്താ പറയുന്നത്, തവിട് കൂടുതലുള്ള അരി കഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ആ ഒരു ഫൈബർ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുക, ആഗിരണം ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമായിരുന്നു. പക്ഷെ മറ്റതെല്ലാം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഷുഗറാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള കൂടുതൽ, നമ്മളുടെ എനർജിക്ക് വേണ്ടതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ. കാരണം കായികമായിട്ട് അധ്വാനം വളരെ കുറവാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസം നമ്മളുടെ കായികാധ്വാനം അനുസരിച്ച് ഉള്ളതിൽ കൂടുതൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ ആ കാർബോഹൈഡ്രേറ്റ്, ആ അന്നജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിയുന്നു. അതാണ് നമുക്ക് ഓവർ വെയിറ്റ്, ഒബിസിറ്റി ഇതുപോലുള്ള ഇതിലേക്ക് ചെല്ലുന്നത്. ആ രണ്ട് കാര്യങ്ങളാണ് ഈ ഓവർ വെയിറ്റും ഒബിസിറ്റി പിന്നെ വേറെ പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും നമ്മളെ എത്തിക്കുന്നതാണ്. ഓവർ വെയിറ്റും ഈ ഒബിസിറ്റി, തടിയൊക്കെ കൂടുന്നത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പട്ടിണിയുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാനായിരുന്നു ആ ഫാറ്റ് ഡെപ്പോസിറ്റ് പ്രകൃതി നമ്മൾക്ക് തന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ 365 ദിവസം 4ഉം 5ഉം നേരം എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതി ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് തന്നെ വളരെ ചുരുക്കമായിട്ടാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക, അതിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അളവും കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഫാറ്റ് അടിയാതിരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫാറ്റാണ്. ഫാറ്റിനെ കുറിച്ചും ആളുകൾക്ക് തെറ്റായ ധാരണയുണ്ട്. സോഴ്സ് ഓഫ് എനർജി 20% എനർജി എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റും കത്തി ആണ് നമ്മുടെ ശരീരത്തിൽ. ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫാറ്റ് അല്ലെങ്കിൽ പാലിലോ മുട്ടയിലോ ഒക്കെ ഉള്ള ഈ പറയുന്ന ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഇതെല്ലാം ബേൺ ചെയ്തിട്ടും നമ്മൾക്ക് എനർജി ലഭിക്കും. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ അന്നജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ ഫാറ്റ് ഉപയോഗിക്കില്ല. അതേസമയം അന്നജത്തിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റോ ബേൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ജോലി ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ എനർജി സോഴ്സ് ആണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫാറ്റ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. പൂരിത കൊഴുപ്പ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപൂരിത കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. അപൂരിത കൊഴുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് HDL കൂട്ടും, LDL കുറയ്ക്കും. അതിനകത്ത് ഏറ്റവും പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ്. പണ്ടൊക്കെ മീൻ ഗുളിക എന്നൊക്കെ പറയുന്നത് ലഭിച്ചിട്ടുണ്ട്. ആ മീൻ ഗുളികളെ omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തെ വളരെ കൂട്ടി അത് LDLനെ HDL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പോഷകമാണ് ഈ omega-3 എന്ന് പറയുന്നത്. അപ്പൊ omega-3യുടെ പ്രത്യേകത അതാണ്. പിന്നെ ഫാറ്റ് ആളുകൾ അവോയ്ഡ് ചെയ്യും. കാരണം ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ തടി വയ്ക്കുന്നു, കൊളസ്ട്രോൾ ഉണ്ടാവുന്നു, പ്രഷർ കൂടുന്നു. അപ്പോൾ ഫാറ്റ് അവോയ്ഡ്. ഫാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത് വളരെ അത്യാവശ്യമാണ് ഫാറ്റ് എന്ന് പറയുന്നത്.
മനസ്സിലാക്കുക. നമ്മുടെ സ്കിന്നിലുള്ള ഫാറ്റാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ കോശങ്ങളെയും ഫാറ്റ് പൊതിഞ്ഞാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഓർഗനെയും ഫാറ്റിന്റെ ഒരു ചെറിയ ലെയർ വെച്ചിട്ടാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ലെയറിന്റെ തിക്നെസ് കൂടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കൊളസ്ട്രോളും ഒക്കെ പ്രശ്നം വരുന്നത്. നമ്മുടെ ഓരോ ഓർഗൻസിന്റെ പുറത്ത് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് ഡെപ്പോസിറ്റ് ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗൻസിന്റെ ഉള്ളിലും, ഇപ്പൊ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ഇത് വന്ന് അതിന്റെ അടിഞ്ഞിട്ടാണ് നമുക്ക് പ്രഷർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒമേഗ ഫാറ്റി ആസിഡ് നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. കാരണം എന്ന് പറയുന്നത് ഈ നമ്മൾക്ക് ലഭിക്കുന്ന മത്തിയിലും അയിലയിലും ഈ ഒമേഗ 3 കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴാണ് ഈ മത്തിക്കൊക്കെ ഭയങ്കര വില. കാരണം അത് കൺസ്യൂം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയതായിരിക്കും. പണ്ട് പാവങ്ങളുടെ ഒരു ഭക്ഷണമായിരുന്നു. അതിലാണ് ഒമേഗ 3. പക്ഷെ അതൊക്കെ വറുത്ത് പൊരിച്ച് കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഒമേഗ 3 ഒക്കെ നഷ്ടപ്പെടുന്നത്. ശരിക്കും ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തൊക്കെയാണ് പലരും കഴിക്കുമ്പോഴാണ് അതിന്റെ ശരിയായ ഗുണം കിട്ടുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന എല്ലാം, നമ്മുടെ ശരീരത്തിലുള്ള എന്തും, ബോണാണെങ്കിലും എൻസൈംസ് ആണെങ്കിലും ബ്ലഡ് ആണെങ്കിലും നമ്മുടെ കോശങ്ങളാണെങ്കിലും സ്കിന്നാണെങ്കിലും ഇതെല്ലാം ബിൽഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് പ്രോട്ടീൻ ലഭിക്കുന്നത്. മാംസ്യം എന്ന് പറയുന്നത് മത്സ്യം, മാംസം, മുട്ട, പാൽ, ഇതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതാത് ദിവസം കഴിച്ചാൽ മാത്രമേ അതുള്ളൂ. ഓരോ ദിവസവും ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഒരു 1 kg ബോഡി വെയിറ്റിന് 2 grams ഓഫ് പ്രോട്ടീൻ ഡെയിലി വേണം. കാരണം ഈ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളും എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ്, ഒരു കുഞ്ഞു കുട്ടി അമ്മയുടെ ഉദരത്തിലുണ്ടായി, അത് 1, 2, 2, 4 അങ്ങനെ ഓരോ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വളരുന്നത്. വളർച്ച നിന്ന് കഴിയുമ്പോൾ പിന്നെ 20 വയസ്സോടുകൂടി തന്നെ നമ്മൾ പലരുടെയും വളർച്ച നിൽക്കും. വളർച്ച നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീര കോശങ്ങൾ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കണം. എല്ലാ മില്ലി സെക്കൻഡിലും കുറെ കോശങ്ങൾ നശിക്കും, അത് റീപ്ലേസ് ചെയ്യും. അതിനുള്ള നല്ല വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു സംവിധാനമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അത് റിപ്പയർ ചെയ്യപ്പെടും. ആ റിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് പല കോശങ്ങളും ഡെത്ത് സംഭവിച്ച് കേടായി അത് റിപ്പയർ ചെയ്യപ്പെടാതെ വരുമ്പോഴാണ് ആ ഓരോ ഏതാണോ ഓർഗൻസിന് ഓരോ അസുഖങ്ങളിലേക്ക് വരുന്നത്. പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതാണ് ബിൽഡിംഗ് ബ്ലോക്ക്. അത് അതാത് ദിവസം കിട്ടും. കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഫാറ്റ് കൂടുതൽ കഴിച്ചാൽ അതും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. പക്ഷെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചില ദിവസം വളരെയധികം മീറ്റ് കഴിച്ചു എന്ന് വിചാരിക്കാം. ഒരു കോഴിയൊക്കെ തന്നെ ഒരു മക്കൾക്കൊക്കെ കൊടുത്ത് ഒരു കോഴി മൊത്തം ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടില്ല എന്നാണ് മനസ്സിലാക്കണം. അതിന്റെ സയൻസ് അതാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് അങ്ങനെയാണ്. ഒരു 50 kg ബോഡി വെയിറ്റ് ഉള്ള ആൾക്ക് ഒരു ദിവസം 100 gram എങ്കിലും പ്രോട്ടീൻ ലഭിച്ചിരിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിനെ ബിൽഡ് ചെയ്യുക, റിപ്പയർ ചെയ്യുക. രാത്രി ഉറങ്ങുമ്പോഴാണ് ഇത് റിപ്പയറിങ് നടക്കുന്നത്. അടുത്തത് പറഞ്ഞാൽ വൈറ്റമിൻസും മിനറൽസും ആണ്. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുന്നത് വൈറ്റമിൻസും മിനറൽസും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യാൻ കറക്റ്റായ അളവിൽ നമ്മൾക്ക് വൈറ്റമിൻസും മിനറൽസും ലഭിച്ചിരിക്കുന്നു. മെറ്റാബോളിക് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കിട്ടുന്നത് നമുക്ക് റോ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സിൽ നിന്നാണ്. സ്കിന്നിൽ കൊടുത്തിരിക്കുന്ന കളർന്ന് പ്രകൃതി തന്നിരിക്കുന്ന വളരെ വലിയൊരു അനുഗ്രഹമാണ്. അത് ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്തതാണ്. പക്ഷെ ആരും ഈ സ്കിന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം പേടിയാണ്. മരുന്നടിച്ചൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾക്ക് ഭയമാണ് ആ തൊലി കഴിക്കാൻ വേണ്ടി. അപ്പൊ അത് നോക്കിക്കഴിയുമ്പോ ഈ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനെ പോലെ തന്നെ അതാത് ദിവസം ആവശ്യമുള്ളത് വളരെ ചെറിയ എമൗണ്ടൊക്കെയാണ് ഓരോ തരത്തിലുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. അത് കൂടുതൽ കഴിക്കുന്നത് പ്രശ്നമാണ്. കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ശരിയായ അളവിൽ എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ലഭിച്ചാലേ ശരീരത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി കൂട്ടാനും അത് സഹായിക്കുന്നതാണ്. അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ്. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് പറയുന്ന ലിംഫാറ്റിക് ഫ്ലൂയിഡ് ആണ് നമ്മുടെ ശരീരത്തിലെ കുറെ വേസ്റ്റ് ഒക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നത്. അതിൽ വരുന്ന ഈ പറയുന്ന പ്രോട്ടീൻ വേസ്റ്റ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് വരുന്ന വേസ്റ്റ്, ഇതൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നത് ലിംഫാറ്റിക് ഫ്ലൂയിഡ്സ് ആണ്. അതും ബ്ലഡിൽ കൂടി നമ്മൾ ശരിയായ രീതിയിൽ എല്ലാ കോശങ്ങളിലേക്കും എത്തിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ.
നമ്മൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ലങ്സും ഹാർട്ടും ഉപയോഗിച്ച് സാധിക്കുമെങ്കിൽ നമ്മുടെ ലിംഫാറ്റിക് ഫ്ലൂയിഡ്, അതായത് നമ്മുടെ ഓരോ ഓരോ ജോയിന്റ്സിലൊക്കെയാണ് ആ പറയുന്ന ലിംഫാറ്റിക് ഇരിക്കുന്നത്. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി, ഓരോ ജോയിന്റ്സും ഇളക്കുമ്പോഴാണ് ആ ഗ്ലാൻസിൽ നിന്ന് ഇത് പുറപ്പെട്ട് ഓരോ ചെറിയ ചെറിയ സാക്കില് സൂക്ഷിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ബ്ലഡിൽ കൂടി പലയിടത്തേക്ക് എത്തണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അപ്പൊ എങ്ങനെയാണ് ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കും. അപ്പൊ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടണമെങ്കിൽ ഈ പോഷകങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടില്ല എന്നുകൂടി പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ പലതരത്തിലുള്ള വേസ്റ്റും പുറന്തള്ളാൻ അത് സഹായിക്കുക എന്ന് മനസ്സിലാക്കുക. സോ ഇനി അസുഖങ്ങളാണ്. എന്താണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അസുഖങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡിപ്തീരിയ, മലേറിയ, ട്യൂബർകുലോസിസ്, മൂപ്പിംഗ് കഫ്, സ്മോൾ പോക്സ്, പ്ലേഗ് ഇതുപോലുള്ള അസുഖങ്ങൾ. ഇത് പകർച്ചവ്യാധികളാണ്. എങ്ങനെ ഈ പകർച്ചവ്യാധികൾ വന്നു എന്ന് നമ്മൾ മനുഷ്യർ കണ്ടെത്തിയത് ഈ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയതിനു ശേഷമാണ്. ഇതാണ് നമ്മളുടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഡാമേജ് വാസ് കോസ്ഡ് ബൈ ബാക്ടീരിയ, ഫംഗസ് ആൻഡ് വൈറസസ്. ഈ ഘടകങ്ങളാണ് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ വാക്സിനേഷൻ കണ്ടുപിടിച്ചു. അതുകൂടാതെ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചു. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഈ പറഞ്ഞ അസുഖങ്ങളെയൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിച്ചത്. അപ്പോൾ അന്ന് കണ്ടുപിടിച്ച ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് അസുഖങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഈ പഴയ ആദ്യം കാണിച്ച അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഒരു വില്ലേജിലോ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലോ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് പകർച്ചവ്യാധിയായിരുന്നു. പകർന്ന് പല ആളുകൾക്കും വന്ന് അത് എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നോക്കുക, ഈ അസുഖങ്ങളെല്ലാം ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അൽഷിമേഴ്സ്, ക്യാൻസർ, ആസ്മ, സ്ട്രോക്ക്, ആർത്രൈറ്റിസ്, ഒന്നും പകർച്ചവ്യാധികളല്ല. ശരിയാണോ? പകർച്ചവ്യാധികളല്ല. പക്ഷെ ഈ അസുഖങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ അസുഖങ്ങൾ. ഇത് ഭയങ്കര അടിത്തമുള്ള അസുഖമാണെന്നൊക്കെ പണ്ടും പറഞ്ഞിരുന്നു. പക്ഷെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങളാണെന്ന് ഇപ്പൊ ആളുകൾ തിരിച്ചറിഞ്ഞു. അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിലേക്ക് അത് എത്തിയത് കൊണ്ടാണ് ഈ പറയുന്ന ജിമ്മും പറയുന്ന ബ്രീത്തിങ് എക്സർസൈസ് പ്രോഗ്രാമും അങ്ങനെ ആളുകൾ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആയി. കാരണം ഈ അസുഖങ്ങൾ വന്ന് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്ത് ജീവിക്കാമെന്നല്ലാതെ ഈ അസുഖങ്ങൾ ആർക്കെങ്കിലും മാറിയതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? അതൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബത്തില്. കാരണം ഇത് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കൂടി ഇതിൽ ഏതെങ്കിലും ഓരോ അസുഖങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് പകർച്ചവ്യാധി അല്ല എന്നിട്ട് കൂടി. അപ്പൊ അത് മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ്. ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കുക, അതിനുള്ള തടയിടുക എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഇത് വന്നതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഈ പറയുന്ന മൈക്രോസ്കോപ്പുകൾ. ഇതാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ എന്ന് പറയുന്നത്. ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരകോശത്തിന്റെ അങ്ങേയറ്റം വരെ പോയി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിച്ചപ്പോഴാണ് ഈ അസുഖങ്ങൾ വരാനുള്ള കാരണം കണ്ടെത്തിയത്. ആ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുന്നതിന്റെ ഡാമേജ് ഈസ് കോസ്ഡ് ബൈ ദി ഡിസ്റ്റർബൻസ് ഓഫ് ഇന്റേണൽ മോളിക്കുലർ ഫംഗ്ഷൻ. ഏറ്റവും അങ്ങേയറ്റത്ത് മോളിക്കുലർ ലെവലിൽ ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസ് ആണ് ഈ അസുഖങ്ങൾക്ക്. അതിന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നും അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് വിളിക്കും. അതിനും കാരണമുണ്ട്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നും എന്താണ് ഡീജനറേറ്റീവ് ഡിസീസ് എന്നും അതിന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ റിയലി അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാർട്ടിൽ വരുന്ന അസുഖത്തിന് ഹാർട്ട് അറ്റാക്ക് എന്ന് വരുന്നു. ഹാർട്ടിൽ വരുന്ന ഒരു പറയുന്ന വൈറസ് അറ്റാക്ക് ചെയ്തിട്ടാണ് അല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഹാർട്ടിലെ ചില കോശങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ്. നമ്മുടെ ഹാർട്ടില് നമ്മുടെ ശരിയായ രീതിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ ശരിയായ രീതിയിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഈ നശിച്ചു പോയ കോശങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ബ്രെയിനിലാണെങ്കിൽ അൾഷിമേഴ്സ് ഉണ്ടാകുന്നു, സ്ട്രോക്ക്, പാർക്കിൻസൺസ് പോലെ അസുഖം. പാൻക്രിയാസിൽ സംഭവിക്കുമ്പോൾ ഡയബറ്റിക്സ്. അതുപോലെ തന്നെ കണ്ണിലാണെങ്കിൽ മാക്യുലർ ഡീജനറേഷൻ ഡിസീസ് വരുന്നു. സ്കിന്നിലാണെങ്കിൽ റിങ്കിൾസ്, പിന്നെ ജോയിന്റ്സിലാണെങ്കിൽ ആർത്രൈറ്റിസ്, DNA-യിലാണെങ്കിൽ ക്യാൻസർ, ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന ഡീജനറേഷൻ കൊണ്ടാണ്. നശിച്ചുപോയ കോശങ്ങൾ റിപ്പയർ ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നതെന്ന് നമ്മൾ കണ്ടെത്തി. അതുകൊണ്ടാണ് ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡീജനറേറ്റീവ് ഡിസീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും ഉള്ള വ്യത്യാസം. അപ്പോൾ ഓക്സിജനും വെള്ളവും നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യാൻ ഉപകരിക്കുന്നതാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ അന്നജം കഴിക്കുകയും
പൂരിത കൊഴുപ്പ് കഴിക്കുകയും ചെയ്യുമ്പോഴാണ് പൊണ്ണത്തടി, അമിതവണ്ണം, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രാവിലെ മുതൽ കഴിച്ചിട്ടുള്ള ഫുഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അധികവും നമ്മൾ കൂടുതൽ കഴിച്ചിരിക്കുന്ന അന്നജമാണ് മനസ്സിലാക്കും. ബേക്കറിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഐറ്റംസും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലഭിക്കുന്ന മുഴുവനും ഈ പറയുന്ന അന്നജം, ഒന്നല്ലെങ്കിൽ മൈദയും വനസ്പതിയും ഷുഗറും ത്തിന്റെയും പലതരത്തിലുള്ള കോമ്പിനേഷനാണ് ബേക്കറിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സാധനവും മനസ്സിലാക്കുക. അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അന്നജം, അതായത് മൈദ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ ഷുഗർ എന്ന് പറയുന്നതും അതും ഈ ഗ്ലൂക്കോസ് ആണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന വനസ്പതി അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയും, ഡാൽഡ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഓവർ വെയിറ്റ്, വണ്ണത്തടിയിലേക്കും അമിത വണ്ണത്തിലേക്കും കടക്കാൻ സഹായിക്കും. അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി കൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തും കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു വാരി കഴിക്കുക, എവിടെയെങ്കിലും ചെന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ കുറെ എടുത്ത് കഴിക്കുക, ഇതൊക്കെ കാരണമാണ്. അതിനകത്ത് എന്താണ്, ഇഷ്ടംപോലെ എണ്ണ ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബൈബിളിലൊക്കെ പറയുന്നു നല്ല കൊഴുത്ത കാളക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ, അന്നൊക്കെ നല്ല കൊഴുത്ത കാളക്കുട്ടിയിൽ കുറച്ച് ഫാറ്റുള്ള മാംസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതനുസരിച്ചുള്ള ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ കഴിക്കുന്ന ഈ പറയുന്ന ഫാറ്റും കൊളസ്ട്രോളും കത്തിപ്പോകുമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ അന്ന് കഴിച്ചിരുന്ന പോലെ ഭക്ഷണം കഴിക്കുകയും അന്നത്തെ പോലെ നമുക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോഴും ഉണ്ടാകുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു, നമ്മൾ ജോലി കുറവായിരിക്കുന്നു, അതുകൊണ്ടാണ് അതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ആവശ്യത്തിൽ കുറവ് നമ്മൾ പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിന് ഓരോ ദിവസവും ആവശ്യമുള്ള പ്രോട്ടീൻ അതാത് ദിവസം ലഭിക്കുമ്പോഴാണ് നമ്മൾക്ക് റിപ്പയറിംഗ് വർക്ക് നടക്കുന്നത്. അപ്പൊ ആ ഡീജനറേഷൻ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നതിന് ഡീജനറേഷൻ, അത് റിപ്പയർ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതുകൊണ്ടാണ് അതിനെ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യത്തിൽ കുറവ് പ്രോട്ടീൻ, ആവശ്യത്തിൽ കൂടുതൽ അന്നജവും കൊഴുപ്പും, അതായത് പൂരിത കൊഴുപ്പും കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം അമിതവണ്ണത്തിലേക്കും വണ്ണത്തടിയിലേക്കും പോകുമ്പോൾ ആവശ്യത്തിൽ കുറവ് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടാണ് ഡീജനറേഷൻ സംഭവിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിൽ കുറവ് വൈറ്റമിൻസും മിനറൽസും, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എന്ത് കഴിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഫ്രൂട്ട്സും റോ വെജിറ്റബിൾസും കഴിച്ചു എന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഉണ്ടാവില്ല. വളരെ ഷുവറാണ്. നിങ്ങൾ ഒന്ന് രാവിലെ മുതൽ കഴിച്ച ഫുഡ് ഒന്ന് നോക്കിയാൽ മതി, കൂടുതലും അന്നജവും ഫാറ്റും കലർന്നിട്ടുള്ള ഭക്ഷണമായിരിക്കും നിങ്ങൾ അധികം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ വൈറ്റമിൻസും മിനറൽസും ആണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ പ്രതിരോധ ശേഷി കൂട്ടാനും അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്ര കപ്പ് റോ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിച്ചു എന്ന് നോക്കുക, അതുപോലെ തന്നെ എത്രമാത്രം വൈറ്റമിൻസും മിനറൽസും കടന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽസ് പലപ്പോഴും കുറവാണ്. മിനറൽസ് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ വേര് വളരെ ഡീപ്പായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി താഴെ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഈ മിനറൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കഴിച്ചിട്ടുള്ള ഫുഡിൽ ഒന്നും വേര് കൂടുതൽ, വലിയ മരങ്ങളുടെ കിട്ടിയിട്ടുള്ള വെജിറ്റബിളോ ഫ്രൂട്ട്സോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് വളരെ ഷുവറാണ്. അപ്പൊ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാകുന്ന പറഞ്ഞാൽ വേരിന്റെ നീളം കുറഞ്ഞ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, അതുപോലെ മാങ്ങ, ചക്ക, അതുപോലുള്ളതൊക്കെയാണ് വേര് താഴേക്ക് ആഴ്ന്നിറങ്ങി ഈ പറയുന്ന മിനറൽസ് വലിച്ചെടുത്ത ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്ന് പറയുന്നതിന് കാരണം. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി കാണുന്നു വിചാരിക്കുക, ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. പ്രോപ്പർ ന്യൂട്രീഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അടുത്തതെന്ന് പറയുന്നത് പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സസൈസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം, റെഗുലർ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കുറെ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി, ഒരു മെഡിസിൻ കഴിച്ചിട്ട് മാറി കഴിയുമ്പോൾ പിന്നെ മെഡിസിൻ കഴിക്കൽ നിർത്തുന്നത് പോലെയുള്ളൊരു കാര്യമല്ല. പ്രോപ്പർ ആയിരിക്കണം, റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യുക, അതാണ് അതിനകത്ത്. കാരണം നമ്മൾ പഴയതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, അതുകൊണ്ട് നമ്മുടെ ശരീരം മൂവ് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ ജോയിന്റ് അനക്കുക, എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരം ശരിക്കും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്രോപ്പർ എക്സർസൈസ് എന്ന് പറയുക. അത് ഡെയിലി ചെയ്യുക. കാരണം നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിന് അത് നൽകാൻ നമ്മൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ, മിനിമം അരമണിക്കൂർ, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം,
മാക്സിമം ഒത്തിരി 5-6 മണിക്കൂർ ചെയ്യണമെന്നല്ല. അതൊക്കെ ബോഡി ബിൽഡേഴ്സിനും അതിന്റെ ആവശ്യമുള്ള സ്പോർട്സ്മാൻമാരൊക്കെ അത് അനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പർപ്പസ് വേറെയാണ്. നമ്മൾ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ എക്സർസൈസ് പ്രോഗ്രാം എടുക്കുക. അത് പ്രോപ്പർ ആയിരിക്കണം. നമ്മളുടെ ശരീര ആരോഗ്യം, നമ്മുടെ പ്രായം അനുസരിച്ച് ഡോക്ടറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അത് കൺസൾട്ട് ചെയ്തതിന് ശേഷമായിട്ട് വേണം പ്രോപ്പർ എന്ന് പറയാനുള്ള കാരണം. പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഉറക്കവും അതുപോലെ റിലാക്സേഷനും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ റിപ്പയർ ചെയ്യപ്പെടുന്നത് സമാധാനമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ആ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ആ ബ്രീത്തിങ് മുതൽ കറക്റ്റ് ചെയ്ത് മാത്രമേ നടക്കുള്ളൂ. ഇനി അടുത്തത് പറയുന്നത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ആണ്. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥയാണ് ഇതിനെല്ലാം ബേസിക്കായിട്ട് കാരണം. നമ്മള് ബാക്കി എക്സർസൈസ് ചെയ്തു, നടക്കാൻ പോയി, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഈ നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ, എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യുന്നു വിചാരിക്കാം. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നമുക്ക് വരുന്ന എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ ആ ഒരു താങ്ക്സ് പറയാനും വരുന്നതിന് നമ്മളുടെ കൺട്രോളിലല്ലാത്തതിനെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക്, ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ രീതിയിലേക്ക് പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സർസൈസ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ നല്ല ഡ്രീംസ് എഴുതി വെക്കുക. ആ ഡ്രീംസ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് അതിനൊരു ചെലവുള്ള കാര്യമല്ല. നല്ല നല്ല കാര്യങ്ങൾ സ്വപ്നം കാണുക, അതൊക്കെയാണ് നമുക്ക് പോസിറ്റീവ്. നമ്മുടെ ഇതിനകത്ത് ഒത്തിരി ക്ലട്ടേർഡ് മൈൻഡാണ്, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൺട്രോൾ ഡിലീറ്റ് അടിച്ചത് കളയേണ്ടതാണ്. അതിനാണ് ഞാൻ നമ്മളോട് പറയുന്നത്, നമ്മൾ തോട്ട്ലെസ്നെസ്, ഒന്നും ചിന്തിക്കാതെ ഇരിക്കാവുന്ന അവസ്ഥ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം ടൈം ഒരു ബ്രീത്തിങ് നിങ്ങൾ ഒരു 50 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ ഒന്നും ചിന്തിക്കാതിരിക്കുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യമേ ഒരു 5 പ്രാവശ്യം 5 ബ്രീത്തിങ് കൗണ്ട് ചെയ്യുക, അതിനുശേഷം 10 ബ്രീത്തിങ് കൗണ്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ബ്രീത്തിങ് കൗണ്ട് ചെയ്ത് ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ഒരു 10 ബ്രീത്ത് എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഫിസിക്കൽ വെൽനെസിന്റെ കാര്യത്തില് ഈ പറയുന്ന ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, എക്സർസൈസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ആൻഡ് റിലാക്സേഷനെ കുറിച്ച് മനസ്സിലാക്കുക, പോസിറ്റീവ് മൈൻഡ് സെറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്കൽ വെൽനസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെന്റൽ വെൽനസ് ആണ്, പിന്നെ സോഷ്യൽ വെൽനസ് ആണ്, സ്പിരിച്വൽ വെൽനസ് ആണ്, ആൻഡ് ഫിനാൻഷ്യൽ വെൽനസ്. ഇതെല്ലാം കൂടി നമ്മൾ അപ്പോൾ ഒത്തിരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്. നമ്മൾ ബേസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് കറക്റ്റ് ചെയ്ത് വന്ന് ഓരോന്നും മനസ്സിലാക്കി നമ്മുടെ ഹാബിറ്റിലേക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു ഹെൽത്തിലേക്ക് എത്താൻ സാധിക്കുക. ആ ഹെൽത്തിലേക്ക് കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുക. സന്തോഷം ലഭിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുക. സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ തൃപ്തിയോടെ, നമ്മളുടെ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സൊസൈറ്റിക്ക് പലതും ചെയ്യുക എന്ന് പറയുന്നത്. ആ സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്താണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബിസിനസ് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്, എന്താണ് ബിസിനസ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എന്തെങ്കിലും നമ്മൾ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അത് ഫ്രീ അല്ല. ആർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് പ്രയോജനപ്പെടുന്ന എന്ത് ചെയ്തു കൊടുത്തും അതിനൊരു റിമ്യൂണറേഷൻ, അതിനൊരു എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളമായിട്ടോ ലാഭമായിട്ടോ ആയിരിക്കും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. സമൂഹത്തിന് ആവശ്യമുള്ളത് കൊടുക്കുമ്പോഴാണ് അത് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ വെൽനസ് എന്ന് പറയുന്നത്. സോ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് മെഡിറ്റേഷൻ വരിക. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കാൻ സാധിക്കുക. ഈ മൈൻഡ് സെറ്റിലാണ് നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് പ്രായക്കാരനാണെങ്കിലും ഇനി നമ്മുടെ ജീവിതം, അതായത് സിമ്പിളായിട്ട് മതി, നമ്മുടെ സമൂഹത്തിന് ഒരു ബാധ്യത ആയിട്ട് ജീവിക്കുകയല്ല, നമ്മൾ നല്ല ഹെൽത്തിയോടുകൂടി ജീവിക്കുക. നമുക്ക് അറ്റ്ലീസ്റ്റ് മരിക്കാനുള്ള എങ്കിലും ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്, നമ്മുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. ഇത് ആരും മറ്റുള്ളവർ ചെയ്തു തരില്ല, അതൊക്കെ അവരുടെ സർവീസ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തോട്ട്ലെസ്നെസ് പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന അരിഗാറ്റോ കിറ്റാമോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അരിഗാറ്റോ എന്ന് പറയുന്ന താങ്ക് യു, പ്രകൃതിയോടും ആരോടും നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. അതാണ് അരിഗാറ്റോ എന്ന്.
എപ്പിക്കിറ്റാമോ എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന എന്തും സ്വീകരിക്കുക അല്ലാതെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളുണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളുടെ കൺട്രോളിലല്ല എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്തെങ്കിലും പഠിപ്പിക്കാനാണ്, നിങ്ങളത് മനസ്സിലാക്കാനാണെന്നും അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയോ അതിനെക്കുറിച്ച് കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് വളർന്ന എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതിന് പ്രതിവിധി തേടാൻ സാധിക്കും. അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. നമ്മൾ ഹെൽത്തിയായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സന്തോഷം സമാധാനത്തോടെ ജീവിക്കുക. ആ കുടുംബ ജീവിതം തന്നെ നിങ്ങൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ ആ ഗ്രാൻഡ് പേരൻസ് ആ കുടുംബത്തിലെ ആ സ്ഥിതിവിശേഷം തന്നെ വ്യത്യാസം വരുന്നുണ്ടാവും. ആ അറ്റ്മോസ്ഫിയർ തന്നെ മാറുന്നുണ്ടാവും. ഒരാൾ ഇത് പ്രാക്ടീസ് ചെയ്ത് സന്തോഷവും സമാധാനം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരിലേക്കും അതൊരു പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരിലേക്കും പടരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ സന്തോഷം ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അവരും ചോദിക്കും എന്താണ് ഈ വ്യത്യാസങ്ങൾ വന്നത്. നമ്മൾ ആ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൂടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ തന്നെ അവരിലും വ്യത്യാസപ്പെടുത്താൻ ആഗ്രഹിക്കും. എല്ലാവരുടെ ചിന്ത പറഞ്ഞാൽ ലോകം ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്, ഇതാണ് ലോകം, അതുകൊണ്ട് ഞാനും ഇതുപോലെ ആകുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിച്ച് നമ്മൾ തന്നെ അതിനൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നത് എന്തോ വ്യത്യാസമുണ്ടല്ലോ എന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ ചോദിക്കും, പുറമേ ഉള്ള നമ്മുടെ സുഹൃത്തുക്കളും ചോദിക്കും. അപ്പോൾ അവർക്കും ഇത് പകർന്നു നൽകാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ട് കാര്യമാണ്. ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഇതിന് ബ്രീത്ത് ചെയ്യണം, ഞാൻ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചിന്താഗതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് യാതൊരു പോഷകങ്ങളുടെ ആവശ്യമില്ല എന്ന് ആൾക്കാർ പറയുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും അവരുടെ ശരീരം കൊണ്ടൊന്ന് ആർക്കും വിട്ടുകൊടുത്ത് ചികിത്സിക്കാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ള ചില ആളുകളുമുണ്ട് ഈ സമൂഹത്തില്. അപ്പൊ അതെല്ലാം ഞാൻ ഓരോരുത്തരെ മീറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ സംഭാഷണം, എനിക്ക് അങ്ങനെ ആരോഗ്യത്തെ കുറിച്ചൊരു ഭയമില്ല. കാരണം ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന കമ്പനി എനിക്ക് നല്ല രീതിയിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല എന്ന് കരുതുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ഞാൻ കമ്മക്കറോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അതല്ല വേണ്ടത്. നമ്മളുടെ ശരീരം, മനസ്സ് ഇതെല്ലാം നമ്മളുടെ കയ്യിലാണ്. ഇത് ബെറ്ററായി കൊണ്ടു നടക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.